വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലെറ്റ്സ് കണ്ടിന്യൂ ഇറ്റ്. അപ്പോൾ ഇത് 15 പ്രോബ്ലം നോക്കാം. എ പോയിന്റ് ചാർജ് ഓഫ് +10 മൈക്രോകൂളം ഈസ് എ ഡിസ്റ്റൻസ് 5 cm ഡയറക്ട്ലി എബോവ് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 cm. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്വയർ തന്നിരിക്കുകയാണ്. സി, ദിസ് ഇസ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 cm. സൈഡ് ലെങ്ത് 10 cm ആണ്. അപ്പോൾ അതിൻ്റെ നിന്നും ആ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്നും 5 cm അകലെയായിട്ട് ഒരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് +10 മൈക്രോകൂളംബ്. അതവിടെ വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ? ഈ സ്ക്വയറിലൂടെയുള്ള ഫ്ലക്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനൊരു ഹിൻറ്റും കൊടുത്തിട്ടുണ്ട്. തിങ്ക് ഓഫ് ദ സ്ക്വയർ ആസ് വൺ ഫേസ് ഓഫ് എ ക്യൂബ് വിത്ത് എഡ്ജ് 10 cm. ഈ സ്ക്വയറിനെ ക്യൂബിൻ്റെ ഒരു ഫേസ് ആയിട്ട് ചിത്രീകരിക്കുക വിത്ത് എഡ്ജ് ലെങ്ത് 10 cm എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ യു ഹാവ് എ ക്യൂബ്. അപ്പം ഇങ്ങനെയാണല്ലോ ക്യൂബ് ഇരിക്കുന്നത്, ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണ് ഒരു ക്യൂബ് ഇരിക്കുന്നത്. അപ്പോൾ ആ ക്യൂബിൻ്റെ ഒരു ഫേസ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പം ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ടേക്കൺ ആസ് വൺ ഫേസ് ഓഫ് എ ക്യൂബ്. ക്യൂബിന് 6 ഫേസ് ആണല്ലോ, അതിൻ്റെ അകത്ത് ഒരു ഫേസ് ആയിട്ട് എടുക്കാം. അപ്പം നോക്കുക, ഈ ക്യൂബിൻ്റെ ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 1 cm അകലെയാണ് ഈ 10 മൈക്രോകൂളംബ് വെച്ചിരിക്കുന്നത് പറയുമ്പം ഇവിടെ ഇറ്റ് വിൽ ബി ലൈക്ക് ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ദെൻ ഡെഫിനറ്റ്ലി ബിക്കോസ് ക്യൂബ് വിത്ത് എഡ്ജ് 10 cm ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ക്യൂബിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ആ ക്യൂബിൻ്റെ ഇപ്പം നമ്മൾ വി ഹാവ് എ ക്യൂബ്, അതിൻ്റെ നടുക്കാണ് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ട്. ആൻഡ് ആ ക്യൂബിൻ്റെ ഒരു സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ്സ് ഈസി. വെൻ യു ടേക്കിംഗ് ക്യൂബ്, നമുക്കറിയാം ഒരു ക്യൂബിൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്, അതിൽ എൻക്ലോസ് ചെയ്തിരിക്കുക. അക്കോർഡിംഗ് ടു ഗോസ് ലോ എപ്പോഴും ഫ്ലക്സ് എന്ന് പറയുന്നത് ഇത് ക്യൂബ് മീൻസ് ക്യൂബിക്കൽ സിമെട്രി ഉണ്ട്. കാര്യം ക്യൂബ് എന്ന നമുക്ക് ചാർജ് സെൻട്രലാണ് ഇരിക്കുന്നത്. സോ അതിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. അക്കോർഡിംഗ് ടു ഗോസ് ലോ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എന്ന് പറയുന്നത് ഫൈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. അപ്പം നമുക്കിവിടെ ഈ ക്യൂബിൻ്റെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ലൂടെയുള്ള ഫ്ലക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് മീൻസ് ഈ ക്യൂബ് വെച്ച് ചിന്തിക്കുമ്പോൾ ക്യൂബിൻ്റെ ഒരു ഫേസിലെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഓരോ ഫേസിലൂടെയുള്ള ഫ്ലക്സും സെയിം ആയിരിക്കും, സിമെട്രി കാരണം ഓരോ ഫേസിലൂടെയുള്ള ഫ്ലക്സും സെയിം ആയിരിക്കും. സോ ടോട്ടൽ ഒരു ക്യൂബിന് 6 ഫേസ് ആണല്ലോ. അപ്പം ഫ്ലക്സ് ത്രൂ 1 ഫേസ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ഫ്ലക്സ് ത്രൂ 1 phase or the flux through the square എന്ന് പറയുന്നത് എന്താണ്, that is phi is equal to q by ഇതിനെ phi c എന്ന് വിളിക്കട്ടോ. സോ phi is equal to q by 6 epsilon naught. കാര്യം 6 ഫേസസിൻ്റെ ആണ് q by epsilon naught. പൂർണ്ണത്തിന് കണ്ടുപിടിക്കാനാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ q by 6 epsilon naught എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് q ഉണ്ട്, ബിക്കോസ് ഫ്ലക്സ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിനെ മാത്രമാണ്, എത്രമാത്രം ചാർജ് എൻക്ലോസ്ഡ് ആണെന്നുള്ളതിനെയാണ്. അല്ലാണ്ട് ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട. ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന എത്രമാത്രം ചാർജ് ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇവിടെ q എന്ന് പറയുന്നത് 10 മൈക്രോകൂളംബ് ആണ്. സോ വി ഹാവ് ദ ഇക്വേഷൻ q is equal to 6 by epsilon naught. സോ q എന്ന് പറയുന്നത് 10 മൈക്രോകൂളംബ്. മൈക്രോ മീൻസ് 10 power minus 6 divided by 6 into epsilon naught വാല്യൂ 8.854 into 10 power minus 12. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1.88 into 10 power 5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ ഗിവൺ സ്ക്വയർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There is 16th question, which is a point charge of 2 microcoulomb is at the center of a cubic Gaussian surface
9 centimeter on edge. സോ ഒരു ക്യൂബിക് ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ്, ജസ്റ്റ് ലൈക്ക് നമ്മൾ നേരത്തെ കണ്ടുള്ള ഒരു ക്യൂബിക് ഗോഷ്യൻ സർഫസിന്റെ സെന്ററിൽ ഒരു 2 മൈക്രോ കൂളംബ് ഇരിക്കുകയാണ്. ഓക്കെ, സോ വാട്ട്സ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ്? അപ്പൊ നമ്മുടെ ഗോഷ്യൻ സർഫസ് ക്യൂബാണ്, ജസ്റ്റ് നോ നമ്മളിപ്പോ കണ്ടതാണ്. ഇപ്പം ക്യൂബിക്കൽ ഗോഷ്യൻ സർഫസ് ആണെങ്കിൽ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒത്ത നടുക്കാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നതെങ്കിൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ cube or cubic Gaussian surface is just 5 by epsilon naught. അല്ല, 5 is equal to 6 q by epsilon naught. അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്യൂബിക് സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞ ഇവിടുത്തെ 2 മൈക്രോ കൂളംബാണ്. മൈക്രോ മീൻസ് 10 power minus 6. So 2 into 10 power minus 6 divide by 8.854 into 10 power minus 12. So ഇത് ചെയ്യുമ്പോൾ 2.26 into 10 power 5 Newton meter square per coulomb എന്ന് വരും. Okay, just like that. Net flux through cubic Gaussian surface is q by epsilon naught. ഇനി അടുത്ത നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. A point charge causes an electric flux of -1 into 10 cube Newton meter square per coulomb to pass through a Gaussian spherical Gaussian surface of 10 centimeter radius centered on the charge. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് ഉള്ളത്. ആ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആണ് 10 സെന്റിമീറ്റർ. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് കാരണം അതിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് വൺ. അത് നമ്മുടെ ഫ്ലക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് -1 into 10 cube Newton meter square per coulomb. ഓക്കെ, അപ്പം ഇനി ചോദിച്ചിരിക്കുന്നത്, ഇനി ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ആൻഡ് ആ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണ്, സ്ഫിയറിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. നോക്കൂ, ഇഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇഫ് ദ റേഡിയസ് ഓഫ് ഗോഷ്യൻ സർഫസ് വെർ ഡബിൾഡ് ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫസ്? നമ്മുടെ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആണ് ഈ തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ. അതങ്ങ് ഡബിൾ ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന ആ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് ഇതാണ്. ഇതിൽ നിന്നും അതിന്റെ വാല്യൂ എന്താവും എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്, ഇറ്റ് ഇസ് ബൈ ഫോർമുല എന്താണ്? ഇറ്റ് ഇസ് ഫൈ ഇസ് ഗിവൺ ബൈ ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അത് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രമാത്രം നെറ്റ് ചാർജ് ആണോ, എത്രമാത്രം നെറ്റ് ചാർജ് ആ ഗോഷ്യൻ സർഫസിലുണ്ട് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചാർജ് എന്ന് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് സെയിം ആണെങ്കിൽ, ഇവിടെ റേഡിയസ് ഡബിൾ ചെയ്താലെന്നേ ചോദിച്ചിട്ടുള്ളൂ, ചാർജിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആസ് ലോങ് ആസ് ചാർജ് എൻക്ലോസ് സെയിം ആണെങ്കിൽ ആ സർഫസിലൂടെയുള്ള ഫ്ലക്സ് സെയിം ആയിരിക്കും. റേഡിയസ് ഡബിൾ ചെയ്യോ ട്രിപ്പിൾ ചെയ്യോ ഒന്നും ബന്ധമില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ റേഡിയസ് ഡബിൾ ചെയ്താലും ഫ്ലക്സ് ത്രൂ ദാറ്റ് സർഫസ് എന്ന് പറയുന്നത് -1 into 10 cube Newton meter square per coulomb തന്നെ ആയിരിക്കും. ബിക്കോസ് charge enclosed is the same. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പോയിന്റ് ചാർജ്? അപ്പം ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് ആണല്ലോ. അപ്പം ഈ പോയിന്റ് ചാർജിന്റെ വാല്യൂ എത്രയാണ്? അതിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്, വിച്ച് ഇംപ്ലൈസ് ക്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. എൻക്ലോസ്ഡ് ചാർജ് എത്രയാണ്? 5 into എപ്സിലോൺ നോട്ട്. ഫൈയുടെ വാല്യൂ -1 into 10 cube. എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ 8.854 into 10 power minus 12. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -8.8 into 10 power minus 9 കൂളംബ് എന്ന് വരും. അപ്പൊ ഈ 10 power -9 നമ്മൾ വിളിക്കുന്ന പേരാണ് നാനോ എന്ന് വിളിക്കും. നാനോ. ഓക്കെ, അതിന്റെ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നാനോ ആണ്. സോ യു കുഡ് റൈറ്റ് ഇറ്റ് ലൈക്ക് -8.8 നാനോ കൂളംബ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നോക്കിക്കോളൂ, ഇത് 18th ക്വസ്റ്റ്യൻ. A uniformly charged conducting sphere of 2.4 meter diameter has a surface charge density of 80 microcoulomb per meter square. അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ് ആയിട്ടുള്ള കണ്ടക്ടിങ് സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡയമീറ്റർ ആണ് 2.4 മീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് നോർമലി എപ്പോഴും വേണ്ടി വരിക റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 1.2 മീറ്റർ, അതിന്റെ പകുതി. And has a surface charge density, that is surface charge density എന്ന് പറഞ്ഞാൽ സിഗ്മ, that is charge per unit area. ഇതൊരു സർഫസ് പ്ലെയിൻ ആയതുകൊണ്ട്, പ്ലെയിനാർ സർഫസ് ആയിട്ട് Q by
A, that is given as 80 microcoulomb. Micro means 10 power minus 6. So 10 80 into 10 power minus 6 coulomb per meter square. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ. ആ സ്ഫിയറിലെ ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി, വി ഹാവ് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. അപ്പൊ അതിൻ്റെ അകത്ത് ചാർജ് കണ്ടുപിടിക്കാൻ ക്യൂ ഇൻറ്റു സി സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. സോ ഇതിൻ്റെ അകത്ത് ക്യൂ എന്താണ്? ദാറ്റ് ഇസ് സിഗ്മ ഇൻറ്റു എ. അപ്പൊ സിഗ്മയുടെ വാല്യൂ ആണ് 80 ഇൻറ്റു 10 പവർ മൈനസ് 6. 80 ഇൻറ്റു 10 പവർ മൈനസ് 6. ആൻഡ് ഹിയർ ഏരിയ മീൻസ് ഏരിയ ഓഫ് ദ സ്ഫിയർ. ഏരിയ ഓഫ് ദ സ്ഫിയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4πr² ആണ്. ഏരിയ ഓഫ് ദ സ്ഫിയർ ഈസ് 4πr². സോ 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ 1.2. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. സോ 1.2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ you will get it as 1.45 into 10 power minus 3 coulomb. So ഇതാണ് charge on the sphere. In the next question, what is the total electric flux leaving the surface of the sphere? ഇത്രമാത്രം ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ആ സ്ഫിയറിന്റെ സർഫസിന് പോകുന്നത്. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? വി ക്യാൻ സേ ഗോ സ്ലോ. Go slow is 5 equal to Q by epsilon naught, right? അപ്പോൾ നമുക്ക് ക്യൂ കിട്ടി. ക്യൂ ഓൾറെഡി നമ്മൾക്ക് കിട്ടി ഫ്രം ദിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചാർജ് എൻക്ലോസ് ബൈ ദാറ്റ് സർഫസ് നമുക്കറിയാം. കാര്യം ഇവിടെ തന്നിരിക്കുന്നത് കണ്ടക്ടിങ് സ്ഫിയർ ആണ്. അപ്പൊ തന്നെ ഗോഷ്യൻ സർഫസ് ഇസ് എ സ്ഫിയർ ഇറ്റ് സെൽഫ്. അപ്പൊ സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട്. സോ യു ക്യാൻ ഹാവ് ദ ഗോ സ്ലോ 5 equal to Q by epsilon naught. സോ ക്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 1.45 into 10 power minus 3 by 8.854 into 10 power minus 12. So ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 1.6 into 10 power 8 10 power 8 Newton meter square per coulomb എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനിവിടെ ഓക്കെ ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി അത് കോപ്പി ചെയ്യാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. 1 second. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് 19th ക്വസ്റ്റ്യൻ ആണിത്. ദിസ് ഈസ് ഓൾസോ ഫ്രം NCERT എക്സസൈസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. Okay. An infinite line charge produces a field of 9 into 10 power 4 Newton per coulomb at a distance of 2 centimeter. ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 centimeter. കാൽക്കുലേറ്റ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എത്രയാണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി മീൻസ് ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ലാംഡ, അല്ലെ? വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ്. അത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡയാണ്. ആൻഡ് ഗോസ് ലോ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി തന്നെ ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആൻഡ് ആ ഇക്വേഷൻ്റെ അകത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയ ലാംഡയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും നമുക്ക് ഉണ്ട്. അതും ഇയും, ബിക്കോസ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. Because electric field due to infinite line charge, that is E, is given as lambda by 2 pi epsilon naught d ആണ്. നമുക്ക് ഈ ഒരു റിലേഷൻ ഓൾറെഡി അറിയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇപ്പം തന്നിരിക്കുന്ന ആ ഒരു ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ ലാംഡ എത്രയാണെന്നാണ്. 2 pi epsilon naught വാല്യൂ അറിയാം. ആൻഡ് ആ ഡിസ്റ്റൻസ് d എന്ന് പറയുന്നതാണ് 2 centimeter ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ലാംഡ എങ്ങനെ എഴുതാൻ പറ്റും? ജസ്റ്റ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ലാംഡ ഇസ് ഈക്വൽ ടു E into 2 pi epsilon naught d. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 9 into 10 power 4
into 2 into pi-യുടെ വാല്യൂ 3.14 into epsilon naught-ന്റെ വാല്യൂ 8.854 into 10 power minus 12 and d-യുടെ വാല്യൂ 2 centimeter ആണ്. സോ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 power minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. The d is given as 2 centimeter. അപ്പം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 into 10 power minus 2 meter എന്ന് എഴുതാം. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും 10 power minus 7 കൂളം പെർ മീറ്റർ എന്നാണ്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, 10 into 10 power minus 6 എന്നും എഴുതാം. ഓക്കെ, 10 into 10 power minus 6 വേണ്ട, ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. സോ 10 power minus 7 കൂളം പെർ meter. Okay, that's the answer. And in next problem നോക്കാം. This is 20th problem. Okay, ഈ problem കൂടി നോക്കാം. Two large thin metal plates are parallel and close to each other. Okay, അപ്പം രണ്ട് ലാർജ് തിൻ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. അവർ പാരലൽ ആണ്, അവർ വളരെ അടുത്തടുത്താണ്. സോ നമുക്ക് ഇങ്ങനെ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ചിന്തിക്കാം. ഓക്കെ, പാരലായിട്ട് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന മെറ്റൽ പ്ലേറ്റ്. ഓൺ ദെയർ ഇന്നർ ഫേസ് ദ പ്ലേറ്റ് ഹാവ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ഓപ്പോസിറ്റ് സൈൻസ് ആൻഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 17 into 10 power minus 22 കൂളം പെർ മീറ്റർ സ്ക്വയർ. ഇപ്പം ഞാൻ ഇതിനെ പ്ലേറ്റ് നമ്പർ 1 എന്നും പ്ലേറ്റ് നമ്പർ 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ സൈൻ ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി, അത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ σ1 എന്ന് പറയുന്നത്, അത് എത്ര മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 17 into 10 power minus 22 കൂളം പെർ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് -17 into 10 power minus 22 കൂളം പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഔട്ടർ റീജിയൻ ഓഫ് ദ ഫസ്റ്റ് പ്ലേറ്റ്, ഇൻ ദ ഔട്ടർ റീജിയൻ ഓഫ് ദ സെക്കൻഡ് പ്ലേറ്റ് ആൻഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഫസ്റ്റ് പ്ലേറ്റിന്റെ പുറത്ത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് പ്ലേറ്റിന്റെ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ റീജിയൻ ഓഫ് ഫസ്റ്റ് പ്ലേറ്റ്, ഇതാണല്ലോ ഫസ്റ്റ് പ്ലേറ്റ്. ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്. ഇതിന്റെ പുറത്ത്, അത് ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പ്ലേറ്റ് 1 we have plate 1 and plate 2. See, this is having positive charges and this is having negative charges. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റ് ഇത്, സെക്കൻഡ് പ്ലേറ്റ് ഇത്, ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഔട്ടർ റീജിയൻ ചാർജ് ഒന്നും എൻക്ലോസ് ചെയ്യുന്നില്ല, അവിടെ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ഈ ഭാഗത്തേക്ക് ചാർജ് ഇല്ല. ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഹിയർ ഓൺലി. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ പ്ലേറ്റിനും ഉള്ളൂ. ഇവിടെ പുറത്ത് ഈ ഭാഗത്ത് ചാർജ് ഒന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അത് എൻക്ലോസ് ചെയ്ത ചാർജ് 0 ആയതുകൊണ്ട് അക്കോർഡിംഗ് ടു ഗോസ് ലോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറയാൻ സാധിക്കും. ബിക്കോസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ എന്നൊരു ഇക്വേഷനും ഉണ്ട്. അക്കോർഡിംഗ് ടു ഗോസ് ലോ ഫ്ലക്സ് 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും അവിടെ ഒബ്വിയസ്ലി 0 ആണ്. അത് നമുക്ക് ആ രീതിയിൽ എന്താണ് പറയാൻ പറ്റും. ഔട്ടർ റീജിയൻ doesn't enclose charge, hence electric field is 0 there എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റീസൺ. അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് വി ഹാവ് ദിസ് 2 മെറ്റൽ പ്ലേറ്റ്സ്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, ഒരെണ്ണം ഫുള്ളി പോസിറ്റീവ് ചാർജും ഒരെണ്ണം നെഗറ്റീവ് ചാർജും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് പ്ലേറ്റ്, ഈ ഔട്ടർ റീജിയനിൽ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. ഈ ഫസ്റ്റ് പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, എനിവേ ഈ ഫസ്റ്റ് പ്ലേറ്റിനെയും നെഗറ്റീവ് പ്ലേറ്റിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സെയിം ആയിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ ഇതാണ് ഡയറക്ഷൻ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. സോ നോക്കൂ, ഇപ്പോൾ ഈ പോയിന്റിൽ ഫസ്റ്റ് പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ. എവിടെയാണോ പോസിറ്റീവ് ചാർജ് കിടക്കുന്നത് അവിടുന്ന് നെഗറ്റീവ് ചാർജിന്റെ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും കിടക്കുക. ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഈ
ഫസ്റ്റ് പ്ലേറ്റ് കാരണം അതിനുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ പോയിന്റ് അവേ ഫ്രം ദാറ്റ് ഫസ്റ്റ് പ്ലേറ്റ്. അതായത് ഈ ഡയറക്ഷനിലായിരിക്കും കിടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് പ്ലേറ്റ് കാരണം ഇവിടുത്തെ ഫീൽഡ് കണ്ടുപിടിക്കണേ അതെന്ന് പറയുന്നത് എന്താണ്, ഓൾവേസ് എവേ ഫ്രം പോസിറ്റീവ് പ്ലേറ്റ് ആയിരിക്കും. എവേ ഫ്രം പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് ടുവേർഡ്സ് നെഗറ്റീവ് പ്ലേറ്റ്. അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നോക്കുക, അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് കാരണം അത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ ഫസ്റ്റ് പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇനി ഈ സെക്കൻഡ് പ്ലേറ്റ് കാരണം ഇതേ ഭാഗത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ടുവേർഡ്സ് നെഗറ്റീവ് പ്ലേറ്റ്. സോ അതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും, ഇറ്റെന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ആയിരിക്കും. സോ നമുക്ക് എന്താണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി E1 മൈനസ് E2 എന്നുള്ളതായിരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഗിവൺ ബൈ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ തിൻ sheet of uniform surface charge density sigma. ഓക്കെ, അപ്പൊ E1 മൈനസ് E2 എടുത്തു കഴിഞ്ഞാൽ എന്തുവരും, സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് മൈനസ് അതും സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്. അതാണ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. എൻ്റെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്ത്, ബിക്കോസ് ഓൾറെഡി ഡയറക്ഷൻ ഇവിടെ കൺസിഡേർഡ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരാം. നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. സോ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് വിച്ച് വിൽ അമൗണ്ട് ടു 0. അപ്പൊ ഇതാണ് ഔട്ടർ റീജിയൻ ഓഫ് ഫസ്റ്റ് പ്ലേറ്റ്. ഇനി നോക്കിക്കേ, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഔട്ടർ റീജിയൻ ഓഫ് സെക്കൻഡ് പ്ലേറ്റ്. സെക്കൻഡ് പ്ലേറ്റിന്റെ അപ്പുറത്ത് എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ പി പാർട്ട്. അതായത് നമുക്കിവിടെ രണ്ട് പ്ലേറ്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് പ്ലേറ്റ് വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് സെക്കൻഡ് പ്ലേറ്റ് വിത്ത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഈ ഭാഗത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി, അതും ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനറ്റ്ലി ഈസ് 0. കാര്യം ഇറ്റ് എൻക്ലോസസ് നോ ചാർജ്. ചാർജ് എന്ന് പറയുന്നത് ആ മെറ്റൽ പ്ലേറ്റിന്റെ അകത്താണ്, അതിന്റെ പുറത്ത് ചാർജ് ഒന്നുമില്ല. സോ ഡെഫിനറ്റ്ലി അക്കോർഡിംഗ് ടു ഗോസ് ലോ ഫ്ലക്സ് 0 ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ചും പറയാൻ സാധിക്കും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്ലേറ്റ്, ദിസ് ഇസ് ദ സെക്കൻഡ് പ്ലേറ്റ്. ഫസ്റ്റ് പ്ലേറ്റ് ഇറ്റ് ഇസ് പോസിറ്റീവ്ലി ചാർജ്, ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. രണ്ടിനും ഒരേ യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ ഇവിടെ ഇപ്പം നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഫസ്റ്റ് പ്ലേറ്റ് കാരണം, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നിട്ട് പോയിന്റ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്, അല്ലെ? അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ എവേ ഫ്രം പോസിറ്റീവ്ലി ചാർജും ടുവേർഡ്സ് നെഗറ്റീവ് ചാർജും, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇപ്പൊ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ് ആണ്, അതുകൊണ്ട് തന്നെ അത് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്, അത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതിന്റെ അടുത്തേക്കല്ല, അതിന് അവേ ആയിട്ടുള്ള ഡയറക്ഷൻ വരും. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് പ്ലേറ്റ്. ഇനി ഇതേ പോയിന്റിൽ നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പോയിന്റിങ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്, അത് ഇങ്ങോട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സെക്കൻഡ് പ്ലേറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എന്താണ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് മീൻസ് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഇറ്റ് ഇസ് പോയിന്റിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ E1 മൈനസ് E2. സോ തിൻ മെറ്റൽ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്. സോ E1 സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്, E2 മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. സോ രണ്ടും സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് നോക്കാം, നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. പ്ലേറ്റ്സിന്റെ നടുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കുക, സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് യുവർ സെക്കൻഡ് പ്ലേറ്റ്. So this is the one which is positively charged and this is the one which is negatively charged. So
ഇതിന്റെ നടുക്ക് അത് ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ ദ പ്ലേറ്റ്. അപ്പോൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ് നമ്മളിപ്പോൾ ഈ പോയിന്റ് എടുക്കും, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. അങ്ങനെ നോക്കി ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കാണ് ആൻഡ് അവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പോയിന്റ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ദിസ് ഇസ് E1. ഇത് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന എപ്പോഴും അവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. E2ഉം അതേ ഡയറക്ഷനിലാണ്. സോ ഇവിടെ നോക്കിക്കേ, നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, മാഗ്നിറ്റ്യൂഡ് സെയിമുമാണ്. സോ അത് ആഡ് ചെയ്യുക, E1 പ്ലസ് E2. സോ σ/2 എപ്സിലോൺ നോട്ട് പ്ലസ് σ/2 എപ്സിലോൺ നോട്ട് which is equal to 2 σ/2 epsilon naught which is equal to σ/epsilon naught. ഇനി അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, നമുക്ക് സിഗ്മയുടെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ സിഗ്മ എത്ര യൂണിഫോംലി ചാർജ് ആയിട്ടുള്ള അതിന്റെ മാഗ്നിറ്റ്യൂഡ്, സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, 17 × 10⁻22. ഓക്കെ, അപ്പം നമുക്കതിവിടെ ഇട്ട് കൊടുക്കാം. സോ σ/epsilon naught, സോ സിഗ്മ എന്ന് പറഞ്ഞാൽ 17 × 10⁻22 divided by 8.854 into 10⁻12, which is equal to 1.92 into 10⁻10 Newton per Coulomb. Okay, so that's it. ഇനി ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ താങ്ക് യു.